നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രിയ നെയ്മർ ആരാധകരെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വാർത്ത ഞാൻ പങ്കുവെക്കട്ടെ. നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കില്ല. കാർലോ അഞ്ചലോട്ടി ഇന്നിപ്പോൾ നടന്ന തൻ്റെ പ്രസ് കോൺഫറൻസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഗ്രഞ്ച കബാറയിലെ ബ്രസീൽ ടീമിൻ്റെ അവസാന ട്രെയിനിങ് സെഷനാണ് ഇന്ന്. ബ്രസീലിൽ ഇന്ന് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ ടീം റിയോ ഡി ജനീറോയിലേക്ക് യാത്രയാവും. അവിടുന്ന് ഒരു 2 മണിക്കൂറാണ് ബൈ റോഡ് റിയോ ഡി ജനീറോയിലേക്കുള്ള ദൂരം. ഏതായാലും നാളെ റിയോ ഡി ജനീറോയിൽ മറക്കാനയിൽ അവർ പനാമക്കെതിരെ കളിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ട്രെയിനിങ് സെഷനാണ്. അപ്പോൾ താരങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് സന്നിഹിതരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർലോ അഞ്ചലോട്ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിലാണ് മാധ്യമങ്ങൾ ചോദിച്ചത്, നെയ്മറുടെ പരിക്ക് റോഡ്രിഗോ ലാസ്മർ സ്ഥിരീകരിച്ചാണല്ലോ, അപ്പോൾ ഈ പരിക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് താരത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുമോ? അഞ്ചലോട്ടിയുടെ മറുപടി നോക്കുക. ഇതാണ് മറുപടി. അദ്ദേഹം വിശദമായി പറയുകയാണ്. നമ്മൾ അത്ര വിശദമായിട്ട് പോകണ്ടില്ലാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിലെ ഞങ്ങളുടെ ഫസ്റ്റ് മത്സരം മൊറോക്കോക്കെതിരെ, ആ കളിക്ക് മുമ്പ് ഫിറ്റാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ആ മത്സരത്തിന് ഫിറ്റാകാൻ പറ്റിയില്ലെങ്കിൽ 2ാമത്തെ മത്സരം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു താരത്തെയും ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നില്ല. നെയ്മർ നിലനിർത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു താരത്തെയും സ്വാപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നെയ്മർ നിലനിർത്തും തന്നെയാണ്. ദെൻ അദ്ദേഹം പറയുന്നു, ഇതാണ് ഞാൻ ഈ വേൾഡ് കപ്പിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 26 അംഗ ടീം. ഈ 26 അംഗ ടീമായിരിക്കും വേൾഡ് കപ്പിന് ഉണ്ടാവുക. ഇതാണിപ്പോൾ കോച്ച് പറഞ്ഞത്. അതായത് ടീമിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നെയ്മർ ജൂനിയർ സ്ക്വാഡിലുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞ പോലെ തന്നെ ആദ്യം 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയാണ് അദ്ദേഹത്തിന് വിശ്രമം വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ വന്ന വാർത്തയാണ് മൊറോക്കോക്കെതിരെ ചിലപ്പോൾ കളിക്കാം, ഇല്ലെങ്കിൽ അടുത്ത കളിയാകുമ്പോഴേക്കും ആൾ ഫിറ്റാവും. അത് തന്നെ കോച്ച് ഇവിടെ ആവർത്തിക്കുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, മൊറോക്കോക്കെതിരെയുള്ള കളിക്ക് അദ്ദേഹം ഫിറ്റാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതില്ലെങ്കിൽ അടുത്ത കളിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ നെയ്മറെ മാറ്റാൻ പോകുന്നില്ല. നെയ്മർ ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ടാകും. ആശങ്ക വേണ്ട, അദ്ദേഹത്തെ സ്വാപ്പ് ചെയ്യില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.